അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ ദിലീപിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാ ആളുകൾ കൂടി നിൽക്കുന്ന ആ ഭാഗത്താണ് ദിലീപിൻ്റെ വീടുള്ളത്. ആ കാണുന്നത് മണപ്പുറത്തേക്കുള്ള വഴിയാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിൽ ദിലീപിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഇത് ഒരുപാട് പേര് ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും വന്നു പോകുന്നുണ്ട്. ഇതുവരെ ദിലീപിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. 4 മണിക്കുള്ളിൽ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവിടെ ഒരുപാട് പേര് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഒരു AGP, ഒരു സെലിബ്രിറ്റി ഇവിടെ വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ്. ദിലീപിനെ കാണാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇപ്പോഴും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദിലീപിൻ്റെ വീടൊന്ന് കാണാം. കോടതി വിധി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. അതിനെപ്പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? ദിലീപേട്ടൻ നല്ലൊരു നയത്തിൻ്റെ ഒരു മനുഷ്യനാണ്. സാധാരണക്കാരും 30 വർഷമായിട്ട് മലയാള സിനിമ നിൽക്കുന്നതാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകൾ ഒരു നീണ്ട 8.5 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും വിധി ഇപ്പോൾ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. കുറ്റവിമുക്തരെന്നാണ് വന്നിരിക്കുന്നത്. നിരപരാധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ ദിലീപേട്ടൻ്റെ ഒപ്പമാണ്. ഇവരെയും എനിക്കറിയാം. പക്ഷേ രണ്ടുപേരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സാഹചര്യത്തിൽ ദിലീപേട്ടൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റുള്ളൂ. മുതൽ ഒരു ദിലീപ് ഫാനാണ്. എന്തായാലും ദിലീപേട്ടൻ്റെ ആളുകളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ദിലീപേട്ടൻ്റെ ആയൻ്റെ ദിലീപ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കരിയർ കലാമേണ്ടി മാത്രമായി കേസ് വന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദിലീപേട്ടൻ തന്നെ ഒപ്പാണ് പറഞ്ഞല്ലോ ന്യൂസ് ചാനലിൽ. നീതി കിട്ടിയല്ലോ. അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ദിലീപ് ഏട്ടനെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ മനസ്സിലായോ? എന്നെയും ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതല്ലോ. മനസ്സിലായ? ദിലീപ് നടക്കുന്നത് ഞാനല്ല. പക്ഷേ എന്നേക്കും എതിരെ ഒരു കേസ് വന്നിരുന്നല്ലോ, ട്രാൻസ്ലേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ആർക്കും എതിരെ കേസ് വരാം. പക്ഷേ തെളിയണം എന്നൊരു വസ്തുതയുണ്ട്. തെളിയണം എന്നൊരു സംഭവം കോടതിയാണ് വിധി പറയുന്നത്. എൻ്റെ ഈ കമൻറ്റ് ബോക്സോ അല്ലെങ്കിൽ ദിലീപ് ഫാൻസോ അല്ലെങ്കിൽ അത് നല്ലതിലേക്ക് കോടതി വിധിച്ചു. ഇപ്പോൾ കുറ്റവിമുക്തനാണ്, നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇനി അപ്പീൽ പോകുമ്പോഴേ ബാക്കി നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കുറേ നേരമായോ കുറേ നേരം ദിലീപേട്ടനെ കാണാൻ സാധിച്ചു? കാണും അങ്ങനെയുള്ളൊരു ഇതുണ്ടോ? കാണാൻ പറ്റുന്നുള്ളൊരു കാര്യമുണ്ടോ? കാറാണ് മാഫിയ ജസ്റ്റിയാണെന്ന് തോന്നുന്നു. അജ്മൽ ബിസ്മിയാന്ന് തോന്നുന്നു. അജ്മൽ ഹോൾഡിങ്സിൻ്റെ
അതെ, ഒരുപാട് പേര് വരുന്നുണ്ട്, കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഈ കേസൊക്കെ വന്നതിന് ശേഷം ഇത്രയും കാലമായിട്ട് കരിയറൊക്കെ ഒരു ഡൗൺ ആയ മട്ടം, സിനിമകളില്ല, ഒന്നുമില്ല. അപ്പൊ ഇനി അല്ല എന്നാലും ഇങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള. ഞാൻ ദിലീപേന്റെ ഒപ്പം സത്യാനന്ദിൽ വർക്ക് ചെയ്തതാണ് 2022. ഈ കരിയർ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് പപ്പ ചെയ്യുന്നുണ്ട്, പപ്പനൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. എന്തായാലും ദിലീപന്റെ കരിയർ ബൈക്ക് ഒരുപാട് സിനിമകളുണ്ട്. ഹനീഫ അദ്വാനി സിനിമ ആവുന്നുണ്ട്. പിന്നെ ഇന്ന് തന്നെ 8-ാം തീയതി തന്നെയാണ് സിനിമയുടെ ട്രെയിലർ റിലീസാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി പപ്പ സിനിമയുടെ ട്രെയിലർ ഔദ്യോഗികമായിട്ട് റിലീസാവും. കാരണം ഒരുപാട് പേര് പറഞ്ഞു റിലീസ് ഡേറ്റ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട്, എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്, ഇന്ന് രാത്രി തന്നെ പപ്പയുടെ ട്രെയിലർ റിലീസ് ചെയ്യും. 6 മണി കഴിയുമ്പോൾ തന്നെ അതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. യൂട്യൂബിൽ വൈകാണ്ട് തന്നെ. ഇനി അങ്ങോട്ട് നമുക്ക് പഴയ ജനപ്രിയ നായകനെ ജനങ്ങൾക്ക് കിട്ടുമോ? കിട്ടും. ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ തന്നെയാണ്. പലരും എന്നെ പറയുന്നു, പക്ഷേ എനിക്കൊന്നും ദിലീപേട്ടനെ പോലെ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദിലീപ് എന്ന നടനെയാണ് ഇത്രയും എഫോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ കഥാപാത്രങ്ങളുടെ ഒരു തീഷ്ണത, അല്ലെങ്കിൽ കുഞ്ഞിക്കൂനാണെങ്കിലും പാണ്ടിപ്പട്ടാണെങ്കിലും ചാന്തുപട്ടാണെങ്കിലും മായാമോഹിനിയാണെങ്കിലും സൗണ്ടോമിയാണെങ്കിലും ദിലീപിന്റെ കരിയറിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. റൺവേ ആണെങ്കിലും ഇനി ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ദിലീപിന് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി കഥാപാത്രങ്ങളെ പുതിയതായിട്ട് ചെയ്യാമല്ലോ. ഇപ്പൊ മാസമായിട്ടും കോമഡി ആയിട്ടും ദിലീപേട്ടൻ ചെയ്യാൻ പറ്റും. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ പറ്റുന്നത് അത്ഭുതമായിരിക്കും. ചിലപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വിക്കനുമായിട്ടുള്ള കഥാപാത്രങ്ങളും അതൊക്കെ കുറച്ചുകൂടിയൊക്കെ എഫോർട്ടായിരിക്കാം. ഈ കേസ് പുള്ളിയുടെ ഒരു ആക്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ടോ? കേസല്ല, കഥ നല്ലതാണെങ്കിൽ സിനിമ വിജയിക്കും എന്ന് തന്നെ പറയാം. കേസ് ഒരിക്കലും ദിലീപിന്റെ സിനിമ കരിയർ ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ ഫാമിലി കരിയറും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീട്ടിലൊക്കെ സമാധാനം പോയില്ല. അപ്പൊ ഇപ്പോൾ ഇന്നാണ് പുള്ളിക്കാർക്ക് ഒരു സമാധാനം കിട്ടിയെന്ന് തോന്നുന്നു. മലയാള സിനിമയിലൊരു താരോദയം അന്നും എന്നും ദിലീപേട്ടൻ തന്നെയാണ്. മമ്മൂക്കയിൽ മോഹൻലാൽ ലാലേട്ടനൊക്കെ മുകളിലാണ് ദിലീപേട്ടൻ്റെ സ്ഥാനം. അതോ ചുമ്മാ അങ്ങനെയൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ദിലീപേട്ടൻ്റെ സ്റ്റാൻഡ് ഉണ്ട്. എന്തായാലും ദിലീപേട്ടൻ്റെ ഈ ഒരു വിധി നല്ല ആൾക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നെ അനുകൂലമായിട്ട് തന്നെ വന്നു. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തേക്കാണ് 4 മണി വരെ. 4 മണിയാന്ന് പറഞ്ഞത്, ഇനിയിപ്പോൾ 4:30 ആവുന്നു. കാരണം നമുക്ക് അത്രയ്ക്ക് കടുത്ത ആരാധനയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ പോലും കാണാനില്ല അവിടെ നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഒരുപാട് കുറച്ച് മാധ്യമപ്രവർത്തകരുണ്ട്. എന്തായാലും ഒരുപാട് പേര് വരും പോവും. എന്നാലും നമ്മളിവിടെ തന്നെ സ്റ്റിൽ ഒരു നോക്ക് കാണാൻ വേണ്ടി എന്നോട് നിന്ന് ഫെയിമായിട്ടുള്ള എത്ര പേര് ഇന്ന് ദിലീപേട്ടനെ കാണാൻ വേണ്ടി വന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ കമന്റ് അടിക്കൂ. അഭിലാഷ് ആട്ടെ, മാഹിൻ മോഹൻ, സന്തോഷ് വർക്കി എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? അവർ വരാത്ത റീസൺ എന്താണ്? അവർ സിനിമ അയ്യോ സോറി അധികം സ്പീഡ് ഓണറാണ് വന്നത്. ദിലീപേട്ടനെ കാണുവാനായിട്ട് ഒരുപാട് താരങ്ങളെ സൂചന അറിയിക്കാനും അല്ലെങ്കിൽ തന്നെ അറിയിക്കാനും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദിലീപിൻ്റെ വീട്ടിലേക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ദാ ദിലീപിൻ്റെ വീട്ടിൽ നിന്നും മണപ്പുറത്തേക്കുള്ള നടവഴിയാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദിലീപിൻ്റെ വീടിൻ്റെ ആ ബാക്ക് സൈഡ് നമുക്ക് ആ ഒരു മൂത്തേഡൻസ് എന്ന് എഴുതിയതിൻ്റെ അപ്പുറത്തെ ആ മതിലുണ്ടല്ലോ, അതാണ് ദിലീപിൻ്റെ വീടിൻ്റെ ഒരു സൈഡായിട്ട് വരുന്നത് കേട്ടോ. കണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്കല്ല ദിലീപിനൊക്കെ ആലുവത്തേവരെ കാണാനും തൊഴാനും ഒക്കെ നല്ല ഈസി ആയിട്ട് സാധിക്കുന്ന ആലുവ മണപ്പുറമാണ് ശിവരാത്രി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഈ ഒരു പുഴയ്ക്ക് അക്കരയും ഇക്കരയും ആണ്.